ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു പോമാണ്. ദ സോർ എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. സോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, എന്താണ്? വിത്ത് വിതയ്ക്കുന്ന ആൾ. ഫ്രഞ്ച് പോയറ്റും നോവലിസ്റ്റും അതേപോലെ ഡ്രമാറ്റിസ്റ്റുമായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. പ്ലോയിങ് ദ ഫീൽഡ്സ്, സോയിങ് സീഡ്സ്, reaping harvest, the sons of the earth never get tired. Read the poem and explore this concept. എന്താണ് പറയുന്നത്? പ്ലോയിങ് ദ ഫീൽഡ്സ്, അതായത് നിലം ഉഴുതുമറിക്കുന്നത്. സോയിങ് സീഡ്സ്, വിത്ത് വിതയ്ക്കുന്നത്. റീപ്പിംഗ് ഹാർവസ്റ്റ്, അതായത് വിളവ് കൊയ്യുന്നത്. അതൊക്കെ ആരുടെ ജോലിയാണ്? മണ്ണിൻ്റെ മക്കൾ അല്ലേ, സൺസ് ഓഫ് ദ എർത്ത്, മണ്ണിൻ്റെ മക്കളുടെ ജോലിയാണ്, കർഷകരുടെ ജോലിയാണ്. നെവർ ഗെറ്റ് ടയർഡ്, അവരൊരിക്കലും എന്താവില്ല, ടയേർഡ് ആവില്ല, ക്ഷീണിതരാവില്ല എന്നാണ് പറയുന്നത്. റീഡ് ദ പോം ആൻഡ് എക്സ്പ്ലോർ ദിസ് കോൺസെപ്റ്റ്, ഈ ഒരു പോം വായിച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മളോട് മനസ്സിലാക്കുക, കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ. സോ നമുക്ക് പോയത്തിലേക്ക് വരാം. സിറ്റിംഗ് ഇൻ എ പോർച്ച്വേ കൂൾ, fades the ready sunlight fast, twilight hasten on to rule, working hours are well nigh part. ഇതാണ് ഫസ്റ്റ് ആൻസർ. സിറ്റിംഗ് ഇൻ എ പോർച്ച്വേ കൂൾ, പോർച്ച്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൂമുഖം എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളുടെ പോയറ്റ് പൂമുഖത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഫെയ്ഡ്സ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. റെഡി സൺലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്തമയ സൂര്യൻ്റെ ആ ചുമന്ന കളർ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെയ്ഡ്സ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അസ്തമയ സൂര്യൻ്റെ പ്രകാശമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ട്വിലൈറ്റ് ഹെയ്സൺസ് ഓൺ ടു റൂൾ. അപ്പോൾ ട്വിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ എന്നുള്ളതാണ്. ഹെയ്സൺസ് മീൻസ് ദ്രുതഗതിയിൽ വരിക, സ്പീഡിൽ വരിക. ഓൺ ടു റൂൾ, അതായത് അസ്തമയ സൂര്യൻ്റെ ആ ഒരു പ്രകാശമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് എന്താണ്? സന്ധ്യയാണ് അല്ലേ, രാത്രിയാവാൻ പോവുകയാണ്. വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്, അതായത് വർക്കിംഗ് അവേഴ്സ്, ജോലി ചെയ്യുന്ന സമയം അത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രാത്രിയിൽ ജോലി ചെയ്യുമോ? ഇല്ല അല്ലേ, വൈകുന്നേരം വരെയാണ് എല്ലാവരും ജോലി ചെയ്യുക, രാത്രിയിൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? ജോലി ചെയ്യുന്ന ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താണ്? സന്ധ്യ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്, അതായത് ലാൻഡ്സിൽ മുഴുവൻ എന്താണ്? നിഴലുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ബട്ട് വൺ സോവർ ലിങ്കേഴ്സ് സ്റ്റിൽ, പക്ഷെ എന്താണ്? ഒരു സോവർ മാത്രം, ഒരു വിതയ്ക്കുന്ന ആൾ മാത്രം എന്ത് ചെയ്യാണ്? ലിങ്കേഴ്സ് സ്റ്റിൽ. ലിങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ മടിച്ച് നിൽക്കുക ആണ്. ഓക്കെ, അപ്പോൾ സമയം സന്ധ്യ ആയിട്ടുണ്ട്, പാടത്തെല്ലാം നിഴലുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു വിതയ്ക്കുന്ന ആൾ മാത്രം പോകാൻ മടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓൾഡ് ഇൻ റാഗ്സ് ബി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ് ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. അപ്പം ആ ഒരു സോവർ, അദ്ദേഹം വളരെ ഓൾഡ് ആയിട്ടുള്ള, പ്രായമായിട്ടുള്ളൊരു ആളാണ്. ഇൻ റാഗ്സ്, അദ്ദേഹം ധരിച്ചിരിക്കുന്നത് കീറിയ വസ്ത്രമാണ്. ബി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ്, അദ്ദേഹം എന്താണ്? വീട്ടിലേക്ക് പോകാൻ ധൃതിപ്പെട്ട് നിൽക്കുന്നതല്ല, അവിടെ വളരെ പേഷ്യൻസോടുകൂടി, വളരെ ക്ഷമയോടുകൂടി അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ, അത് കണ്ടിട്ട് നമ്മളുടെ കവിക്ക് ഒരു ത്രില്ല് വരികയാണ്. ത്രിൽ മീൻസ് ഇവിടെ പുളകം കൊള്ളുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ആ പാടത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു സോവറിനെ കണ്ടിട്ട് നമ്മളുടെ പോയിറ്റിന് ഒരു ത്രില്ല് തോന്നുകയാണ് കേട്ടോ. അത്രയാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിലുവേറ്റ് ഡൊമിനേറ്റ്സ് ദ ഫെറോസ് ഡീപ്പ്. സിലുവേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഴൽ രൂപത്തിനെയാണ് സിലുവേറ്റ് എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്ക് ആൻഡ് ഹൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നീളം കൂടിയ കറുത്ത നിറത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഴൽ രൂപം അതെന്ത് ചെയ്യുന്നുണ്ട്? ഡൊമിനേറ്റ്സ് ദ ഫെറോസ് ഡീപ്പ്. ഫെറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴവുചാലാണ്, വയലുകളിലൊക്കെ നമ്മൾ കാണില്ലേ ഉഴവുചാല്, അതാണ്. അതിനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതായത് ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീളം കൂടിയ കറുത്ത നിഴൽ ആ ഒരു ഉഴവുചാലിനേക്കാളും ഒക്കെ മുന്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്? ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. നൗ ടു സോ ദ ടാസ്ക് ഈസ് സെറ്റ്, സൂൺ ഷാൽ കം എ ടൈം ടു റീപ്പ്. എന്താണ് പറയുന്നത്? നൗ ടു സോ ദ ടാസ്ക് സെറ്റ്, അതായത് വിതയ്ക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. സൂൺ ഷാൽ കം എ ടൈം ടു റീപ്പ്, ഇനി കൊയ്യാനുള്ള സമയം വേഗം തന്നെ വന്നെത്തും എന്നാണ് പറയുന്നത്. മാർച്ചസ് ഹീ അലോങ് ദ പ്ലെയിൻ, അദ്ദേഹം ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ മാർച്ച് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്.
ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ വയലിലൂടെ നടക്കുകയാണ്. വെറുതെ നടക്കുകയാണോ? അല്ല. ആൻഡ് സ്കാറ്റേഴ്സ് വൈറ്റ് ഫ്രം ഹിസ് ഹാൻഡ്സ് ദ പ്രഷ്യസ് ഗ്രെയിൻ. എന്താ ചെയ്യുന്നത്? സ്കാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിതറുക. സ്കാറ്റേഴ്സ് വൈഡ് മുഴുവൻ ഇങ്ങനെ വിതറുന്നുണ്ട്, ആ ഒരു സ്ഥലത്ത് മുഴുവൻ. എന്താണ്? ഫ്രം ഹിസ് ഹാൻഡ്സ് ദ പ്രഷ്യസ് ഗ്രെയിൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള ധാന്യങ്ങൾ, അതാണ് അവിടെയൊക്കെ ഇങ്ങനെ വിതറുന്നത്. പ്രഷ്യസ് ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള ധാന്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവിടെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? വിതറുന്നുണ്ട്. മൂഡി ഐ ടു സീ ഹിം സ്ട്രൈഡ്. അപ്പം മ്ലാനമായിട്ടിരിക്കുന്ന ആ ഒരു കവി കാണുന്നത് എന്താണ്? ഈ ഒരു സോവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതാണ് ആ ഒരു വയലിലൂടെ. വെറുതെ നടക്കുകയാണോ? അല്ല. അദ്ദേഹം എന്ത് ചെയ്യാണ്? പ്രഷ്യസ് ഗ്രെയിൻസ് ഒക്കെ ഇങ്ങനെ എന്താണ് വിതച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻസറാണ് ഡാർക്ക്നെസ് ഡീപ്പൻസ് ഗോൺ ദ ലൈറ്റ്. അപ്പം ഡാർക്ക്നെസ് ഡീപ്പൻസ് മീൻസ് എന്താണ്? ഇരുട്ട് കൂടി വന്നിട്ടുണ്ട്, അതായത് രാത്രിയായിട്ടുണ്ട്. ഗോൺ ദ ലൈറ്റ് അപ്പം വെളിച്ചം മുഴുവൻ ഇല്ലാതായിട്ടുണ്ട്, അപ്പം പൂർണ്ണമായും രാത്രിയായിട്ടുണ്ട്. നൗ ഹിസ് ജസ്റ്റേഴ്സ് ടു മൈൻ ഐസ്. ഇപ്പം കവിയുടെ കണ്ണുകളിലാകെ കാണാൻ പറ്റുന്നത് ആ ഒരു സോവറിൻ്റെ ആക്ഷൻസ് മാത്രമാണ്. ജസ്റ്റേഴ്സ് മീൻസ് ആംഗ്യം മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആർ ഓഗസ്റ്റ് ആൻഡ് സ്ട്രേഞ്ച് ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. എന്താ പറയുന്നത്? ഓഗസ്റ്റ് മീൻസ് ഇവിടെ മഹനീയമായ എന്നുള്ളതാണ്. ആൻഡ് സ്ട്രേഞ്ച് ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. സ്റ്റാറി സ്കൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം. അപ്പോൾ ആ ഒരു സോവർ അദ്ദേഹത്തിനെ വളരെ മഹനീയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മളുടെ പോയിറ്റ് കാണുന്നത്. സ്ട്രേഞ്ച് ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. അപ്പം നമ്മളുടെ പോയിറ്റിന് തോന്നുകയാണ് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആകാശത്തിൻ്റെ അത്രയും ഉയരം നമ്മളുടെ ഈ ഒരു സോവറിന് ഉള്ളതായിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത്രയും വലുതാണ്, അത്രയും മഹനീയനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കവി ഈ ഒരു സോവറിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു സോവറിൻ്റെ സ്ഥാനം ആകാശം മുട്ടി നിൽക്കുകയാണ് എന്നാണ് കവിക്ക് തോന്നുന്നത്. കാരണം എന്താണ്? സാധാരണ ആളുകൾ എങ്ങനെയാണ് ജോലി ചെയ്യുക? രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് അല്ലേ? രാത്രിയിൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ ഒരു സോവർ എന്താണ് ചെയ്യുന്നത്? വൈകുന്നേരം ആയപ്പം അല്ലെങ്കിൽ സന്ധ്യ ആയപ്പം പെട്ടെന്ന് വീട്ടിലേക്ക് ധൃതിപ്പെട്ട് പോവുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി അവിടെ തന്നെ നിൽക്കുകയാണ്, അവിടെ വിത്ത് വിതയ്ക്കുകയാണ്. ആ ഒരു വയലിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലികളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രാത്രിയായിട്ടും ഇരുട്ട് വന്ന് മൂടിയിട്ടും ലൈറ്റ് മുഴുവനായിട്ട് പോയിട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മുഴുകി നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ മഹനീയനായിട്ടുള്ള വ്യക്തിയായിട്ട് കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? അതെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം സിമ്പിളായിട്ടുള്ളൊരു പോമാണ് ഇത്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് തോറുദത്താണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.